ഹല്ലേലൂയ. എൻ്റെ സന്താപത്തെ സന്തോഷമാക്കി തീർത്തു എന്ന് നമ്മളവിടെ കാണുന്നല്ലോ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. യു ഹാവ് ടേൺ മൈ മോർണിംഗ് ഇൻ ടു ഡാൻസിങ്, യു ഹാവ് ടേൺ മൈ സോറോസ് ഇൻ ടു ജോയ്. അതാണ് ഇന്ന് നമ്മളെ കേൾപ്പിച്ച സങ്കീർത്തന ഭാഗം. നമ്മൾ ദൈവസന്നിധിയിൽ ഇവിടെ ആയിരിക്കുമ്പോൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ദൈവസന്നിധി നമ്മളായിരിക്കുക. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സമാധാനം അനുഭവിക്കാതെ അനേകരായിരിക്കുന്നു. ലോട്ട് ഓഫ് പീപ്പിൾ ആർ സഫറിങ് ഡ്യൂ ടു ദ വാർ, എസ്പെഷ്യലി ദ മിഡിൽ ഈസ്റ്റ് വാർ. വി നോ ദാറ്റ്. എന്നാൽ നമുക്ക് ദൈവം ഇപ്രകാരം ഒരു സമാധാനവും സ്വസ്ഥതയും നമുക്ക് തന്നല്ലോ. അതോർത്താൽ നമുക്ക് എത്രമാത്രം ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ ഒക്കും. ഹല്ലേലൂയ. നമുക്ക് ആഹാരം തന്നു, വസ്ത്രം തന്നു, പാർപ്പിടം തന്നു, എല്ലാ പ്രൊവിഷൻസും. ഹി ഹാസ് ഗിവൺ us all the provisions. ഇതെല്ലാം ഓർത്താൽ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ അധരങ്ങളെ ചലിപ്പിക്കാതിരിക്കാൻ ഒക്കുമോ? ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നമ്മുടെ വിലാപങ്ങള്, നമ്മുടെ കഷ്ടതകളെല്ലാം കാണുന്ന ഒരു ദൈവത്തെയാണല്ലോ നമ്മൾ ആരാധിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. 5-ാം അധ്യായത്തിൽ വെളിപ്പാടുകാരന് ഇങ്ങനെ ഒരു ദർശനം അവിടെ കാണുകയാണ്. നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ അങ്ങോട്ടൊന്ന് ക്ഷണിക്കുകയാണ്. വെളിപ്പാട് 5-ാം അധ്യായം. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ വലങ്കയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ട ഒരു പുസ്തകം കണ്ടു. ആ പുസ്തകം തുറപ്പാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ ആരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായൊരു ദൂതനെയും കണ്ടു. ആൻഡ് ഐ സോ എ സ്ട്രോങ് ഏഞ്ചൽ പ്രൊക്ലെയിമിംഗ് വിത്ത് എ ഗ്രേറ്റ് വോയിസ്, who is worthy to open the book and to loose the seals thereof. പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. പുസ്തകം തുറന്ന് വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായി കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിൻ്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ജയം എന്താണ്? ആ ജയമെന്ന് പറഞ്ഞ ക്രൂശിലെ ജയമാണ് നമ്മളിന്ന് ഇവിടെ ആഘോഷിക്കുന്നത്. ഹല്ലേലൂയ. And one of the elders saith unto me, weep not, behold, the lion that is of the tribe of Judah, the root of David, hath overcome to open the book and the 7 seals thereof. ഞാൻ സിംഹാസനത്തിൻ്റെ 4 ജീവികളുടെ നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പും സർവ്വഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണുമുണ്ട്. അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ വലങ്കയിൽ നിന്ന് പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിൻ്റെ മുമ്പാകെ വീണു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരു കാര്യം ഓർക്കണം. നിങ്ങൾ ഇവിടെ നിന്ന് ദൈവസന്നിധിയിൽ സ്തുതിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ അത് ധൂപകലശമായി ദൈവത്തിന് ഒരു സുഗന്ധമായിട്ട് അത് ഉയരുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അവിടെ അടുത്തതാണ് നമ്മൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള, ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു വാക്യം. പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും നിന്നുള്ളവരെ ദൈവത്തിന് വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിൻ്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000 10,000 1000 ആയിരുന്നു. ഇനിയും അടുത്ത വാക്യം. ഹല്ലേലൂയ. അവർ അത്യുച്ചത്തിൽ, എങ്ങനെ? അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ. Who is worthy? It is written there, saying with a great voice, worthy is the Lamb, worthy is the Lamb, worthy is the Lamb that has been slain to receive the power and riches and wisdom and might and honor and glory and blessing. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഇന്ന് വൈകിട്ട് ചില ഇലക്ഷൻ റിസൾട്ടിൻ്റെ ഒക്കെയും വോട്ടെണ്ണുന്ന സമയങ്ങളാണ്. ഇന്ന് ഈ ലോകത്തിൻ്റെ നേതാക്കന്മാർ ഹല്ലേലൂയ പല അധികാരങ്ങളിലേക്ക് അവർ സ്ഥാനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ നമുക്ക് ഒരു കാര്യം അറിയാം, നമ്മുടെ രാജ്യം ദൈവരാജ്യമാണ്.
എല്ലാ പ്രധാനമന്ത്രിമാരിലേക്കും ഏറ്റവും വലിയ പ്രധാനമന്ത്രി, എല്ലാ മുഖ്യമന്ത്രിമാരെക്കാളും ഏറ്റവും വലിയ മുഖ്യമന്ത്രി, എല്ലാ നേതാക്കന്മാരെക്കാളും ഏറ്റവും വലിയ നേതാവ് അത് യേശുക്രിസ്തു മാത്രമാണ്. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഇറ്റ് ഈസ് റിട്ടൺ, ആൻഡ് എവരി ക്രിയേറ്റഡ് തിങ് വിച്ച് ഇസ് ഇൻ ഹെവൻ ആൻഡ് ഓൺ ദി എർത്ത് ആൻഡ് അണ്ടർ ദി എർത്ത് ആൻഡ് ഓൺ ദ സീ ആൻഡ് ഓൾ തിങ്സ് ആർ ഇൻ ദം heard I saying unto him that sitteth on the throne and unto the Lamb be blessing and honor and the glory and the dominion forever and ever. പ്രിയമുള്ളവരെ, ആദ്യത്തെ ഗാനം നമ്മൾ പാടി ദൈവസന്നിധിയിൽ ആരാധിക്കുമ്പോൾ അതിൽ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ എന്നും യോഗ്യനായിട്ടുള്ള ആ ദൈവത്തെ നമുക്ക് പാടി ആരാധിക്കാം. അല്പസമയം നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കി ദൈവസന്നിധിയിലേക്ക് സ്തോത്രത്തോടെ നമ്മളെ തന്നെ ഏൽപ്പിച്ച് ഈ ഗാനത്തെ പാടി നമുക്ക് ദൈവസന്നിധിയിൽ ആരാധിക്കുവാൻ നമ്മളെ തന്നെ ഏൽപ്പിക്കാം. കോയനോട് ചേർന്ന് നമുക്ക് പാടാം. ദേവാദിദേവൻ നീ രാജാതിരാജൻ. സ്വർഗസുഖം വേടിക്കൻ പാപം തീർന്ന ദൈവത്തിൻ കുഞ്ഞാടായി ഭൂവിൽ വന്നു. നീ അറുക്കപ്പെട്ടു നിന്നും ചിന്തി വീണ്ടെടുത്തെയും നീ സ്വർഗസുഖം സ്വർഗസുഖം വേടിക്കൻ പാപം തീർപ്പാൻ ദൈവത്തിൻ കുഞ്ഞാടായി ഭൂവിൽ വന്നു. നീ അറുക്കപ്പെട്ടു നിന്നും ചിന്തി വീണ്ടെടുത്തെയും നീ യോഗ്യനാ. ആമേൻ. നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ, ദൈവത്തിൻ കുഞ്ഞാ
സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം ക്രൂശിതക്കൂരിരുളിൽ ഏകനായി ദൈവത്താൽ കൈവിടപ്പെട്ടവനാ നീ സഹിച്ചു ദൈവക്രോധമല്ല എൻ പാപം മൂലമായി നീയാകമാ ആമേൻ ദൈവത്താൽ കൈവിടപ്പെട്ടവനായി നീ സഹിച്ചു ദൈവക്രോധമല്ല എൻ പാപം മൂലമായി നീയാകമാ. ഓ ആമേൻ നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ, ദൈവത്തിൻ കുഞ്ഞാണ് നീ യോഗ്യൻ. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാമേ. നീ എന്നും യോഗ്യൻ, യോഗ്യൻ, നീ എന്നും യോഗ്യൻ, ദൈവത്തിൻ കുഞ്ഞാണ് നീ യോഗ്യനാമേ. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ പാതകർ മധ്യത്തിൽ പാതകരെ പോൽ പാപമായി തീർന്നു നീ ക്രൂശിന്മേൽ. നീ മരിച്ചു എന്റെ പാപങ്ങൾ പോക്കി, എന്തൊരു സ്നേഹമേ നീ യോഗ്യനാ. ഓ പാതകർ മധ്യത്തിൽ പാതകരെ പോൽ പാപമായി തീർന്നു നീ ക്രൂശിന്മേൽ. നീ മരിച്ചു എന്റെ പാപങ്ങൾ പോക്കി, എന്തൊരു സ്നേഹമേ നീ യോഗ്യനാ. ആമേൻ. നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ, ദൈവത്തിൻ കുഞ്ഞാണ് നീ യോഗ്യനാമേ. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. ഓ നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ, ദൈവത്തിൻ കുഞ്ഞാണ് നീ യോഗ്യൻ. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യൻ. ഓ ആമേൻ. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. ഓ ആമേൻ. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. പ്രിയമുള്ളവരെ, എന്നും യോഗ്യൻ, എന്നും യോഗ്യനായിട്ടുള്ള ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ബിക്കോസ് ഹി ഈസ് ദ ഓൺലി വൺ ഹൂ ഈസ് വർത്തി ടു ബി വർഷിപ്ഡ്. ജീസസ് ഈസ് ദ വർത്തി, ജീസസ് ഈസ് വർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. നമുക്കിത് വേദപുസ്തകത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഇയ്യോബ് അല്ലെങ്കിൽ ജോബ്. ആ ഇയ്യോബ് ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ പ്രസ്താവിപ്പാനിടയായി. ഇയ്യോബിൻ്റെ 19-ാം അധ്യായം അതിൻ്റെ 25
26 വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു, എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. എൻ്റെ ത്വക്കിങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹരഹിതനായി ദൈവത്തെ കാണും. ഹല്ലേലൂയ. ഒരു നിമിഷം ഞാൻ ആ പശ്ചാത്തലം, നമുക്ക് യോബിനെ കുറിച്ച് അറിയാം. പലപ്പോഴും നമ്മൾ ചിന്തിക്കും നമ്മുടെ കഷ്ടതകളൊക്കെയും, നമ്മൾ ഒരു കണക്കിന് ചിന്തിച്ചാൽ നമ്മുടെ കഷ്ടതകളൊന്നും യോബിൻ്റെ കഷ്ടതയുടെ ഒരു 7 അയലോക്കത്ത്, ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ 7 അയലോക്കത്ത് വരികയില്ല. ഇറ്റ് ഈസ് നോട്ട് നിയറിങ് ടു ദ സഫറിങ്സ് ഹി വെന്റ് ത്രൂ, വാട്ട് എവർ വെൻ വി കമ്പയർ ടു അവർ സഫറിങ്സ്. അദ്ദേഹം കടന്നുപോയ ആ പ്രയാസങ്ങളെക്കുറിച്ച് ആ അധ്യായത്തിൽ തന്നെ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട് പ്രിയമുള്ളവരെ. 16-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു, ഞാൻ എൻ്റെ ദാസനെ വിളിച്ചു, അവൻ വിളി കേൾക്കുന്നില്ല, എൻ്റെ വായ് കൊണ്ട് ഞാൻ അവനോട് യാചിക്കേണ്ടി വരുന്നു. ബിക്കോസ് ഹി ഈസ് ട്രൈങ് ടു പ്ലീഡ് വിത്ത് ഹിസ് ഓൺ ഹയർഡ് ലേബറേഴ്സ്. എൻ്റെ ശ്വാസം എൻ്റെ ഭാര്യയ്ക്ക് അസഹ്യവും, എൻ്റെ യാതന എൻ്റെ ഉടപ്പിറന്നവർക്ക് അറപ്പുമായിരിക്കുന്നു. പിള്ളേരും എന്നെ നിരസിക്കുന്നു, ഞാൻ എഴുന്നേറ്റാൽ അവർ എന്നെ കളിയാക്കുന്നു. നമ്മൾ ദേവദാസിൽ കൂടി സ്നേഹത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുവാനിടയായി തീർന്നു. ദർ ആർ വേരിയസ് ടൈപ്സ് ഓഫ് ലവ്, ദാറ്റ് ഈസ് ബട്ട് മോർ ദാൻ എനിത്തിങ് ഈസ് ദ അഗാപ്പെ ലവ്. എന്നാൽ നമ്മുടെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മുടെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ തൻ്റെ ജീവിത പങ്കാളിയുടെ സ്നേഹമാണ് ഏറ്റവും അവർക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നത്. കാര്യം അവരുടെ എല്ലാ കാര്യങ്ങളിലും അവരോട് കൂടെ ജീവിക്കുന്ന ഒരാളാണ് ദ സ്പൗസ്, ദ ലവ് ഓഫ് ദ സ്പൗസ്. എന്നാൽ ആ ഭാര്യ പോലും ഇയ്യോബിൻ്റെ നേരക്ക് പറയാണ്, എൻ്റെ ശ്വാസം ഇയ്യോബ് പറയാണ്, എൻ്റെ ശ്വാസം എൻ്റെ ഭാര്യയ്ക്ക് അസഹ്യമായി തീർന്നു. അല്ലെങ്കിൽ തൻ്റെ ഉടപ്പിറന്നവർക്ക്, ദ ബ്ലഡ് റിലേഷൻസ് ഓഫ് ജോബ് ജസ്റ്റ് ഡെസ്പൈസ്ഡ് ഹിം. അതാണ് അവിടെ പറയുന്നത്, പിള്ളേരും എന്നെ നിരസിക്കുന്നു, എൻ്റെ പ്രാണസ്നേഹിതന്മാർ ഒക്കെയും എന്നെ വെറുക്കുന്നു, എനിക്ക് പ്രിയരായവർ വിരോധികളായിത്തീരുന്നു. ഇനിയും ഇതെല്ലാം മെൻ്റൽ പ്രോബ്ലം, മെൻ്റൽ ഡിപ്രഷൻ. ഹി വെന്റ് ത്രൂ ഡീപ്പസ്റ്റ് ഡിപ്രഷൻ ഇൻ ഹിസ് ലൈഫ്. അതാണ് നമുക്ക് കാണാൻ സാധിക്കും. തൻ്റെ അകമയുള്ള മനുഷ്യൻ അങ്ങേയറ്റം താൻ തകർന്നു പോയി. ഇനി പുറമെയോ, ഇനി അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് കയറാം. ഹല്ലേലൂയ. ദൈവം എന്ന പോലെ നിങ്ങളും എന്നെ ഉപദ്രവിക്കുന്ന എൻ്റെ മാംസം തിന്ന് തൃപ്തി വരാത്തത്. അയ്യോ, എൻ്റെ വാക്കുകൾ ഒന്ന് എഴുതിയെങ്കിൽ, ഒരു പുസ്തകത്തിൽ കുറിച്ച് വെച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. സോറി, ഞാൻ മിസ്സായി. 20th verse number 20, it says, my bone cleaveth to my skin and to my flesh, and I am escaped with the skin of my teeth. എൻ്റെ അസ്ഥി ത്വക്കിനോടും മാംസത്തോടും പറ്റിയിരിക്കുന്നു, പല്ലിൻ്റെ മോണയോടെ ഞാൻ ശേഷിച്ചിരിക്കുന്നു. അതേ, തൻ്റെ ത്വക്കും തൻ്റെ മാംസവും തൻ്റെ ദേഹമെല്ലാം താൻ ബാധിതനായി തീർന്നു. അതേ, പുറമേയുള്ള തൻ്റെ ജീവിതം, പുറമേ താൻ അനുഭവിക്കുന്നു, അകമേയുള്ള മാനസിക പീഡനം. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് യോബ് അവിടെ നിന്നുകൊണ്ട് ഈ വാക്കുകൾ പറയുന്നത്. താഴോട്ട് നമ്മൾ കാണുന്നുണ്ട്, അയ്യോ, എൻ്റെ വാക്കുകൾ ഒന്ന് എഴുതിയെങ്കിൽ, ഒരു പുസ്തകത്തിൽ കുറിച്ചു വെച്ചെങ്കിൽ കൊള്ളായിരുന്നു. അവയെ ഇരുമ്പാണിയും ഈയവം കൊണ്ട് പാറയിൽ സദാകാലത്തേക്കും കൊത്തിവെച്ചെങ്കിൽ കൊള്ളായിരുന്നു. Then he says with a strong confidence, but as for me, I know that my Redeemer lives, and at last he will stand up upon the earth. And after my skin, even this body is destroyed, then without my flesh shall I see God. എന്നെ വീണ്ടെടുക്കുന്നവൻ മുഖാന്തരം ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, അതാണ് പ്രത്യാശ. ഞാൻ തന്നെ ദൈവത്തെ കാണും, ഞാൻ തന്നെ ദൈവത്തെ കാണും, ദേഹസഹിതനായി കാണും. എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ ആ ഇയ്യോബിന് അങ്ങനെ പറയുവാൻ സാധിച്ചത്? അവിടെ ദൈവത്തിൻ്റെ സ്നേഹം തനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും when we are going through the rock bottom of our life, whatever the situations, our challenges, എല്ലാ മനുഷ്യർക്കും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളുമുണ്ട്. നമ്മൾ വിടുതലുകളുണ്ട്, സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, എല്ലാ അനുഗ്രഹങ്ങളുമുണ്ട്. അപ്പോൾ തന്നെ for a believer, it is not just a bed of roses, but it's a bed of thorns also. അത് നമ്മൾ ഓർത്തിരിക്കണം. നമുക്ക് പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും മധ്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. എന്നാൽ ഇയ്യോബിന് അങ്ങനെ പറയുവാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ സ്നേഹമാണ് കേട്ടോ. ദൈവത്തിൻ്റെ സ്നേഹം. ആ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് എത്ര വർണ്ണിച്ചാലും നമുക്ക് സാധിക്കത്തില്ല. എഫെസ്യ ലേഖനത്തിൽ 3-ാം അധ്യായം അതിൻ്റെ 18-16 വാക്യങ്ങളിൽ ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട്.
അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കണം. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാൻ പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. Yes, it is written that Christ may dwell in your hearts through faith, to the end that ye, being rooted and grounded in love, may be strong to apprehend with all the saints what is the breadth and the length and the height and the depth, and to know the love of Christ which passeth knowledge, that ye may be filled unto all the fullness of God. നമ്മൾ ചേർന്ന് 2 ഗാനങ്ങൾ പാടുകയാണ്. അവിടെ നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തെ, hallelujah, to our young adults, I wanted to let you know the meaning of that first song we are going to sing. It says about the marvelous love of God, the beautiful love of God. Because പലപ്പോഴും നമ്മൾ മലയാളം പാട്ടുകൾ നിങ്ങൾ പാടിപ്പോകുമ്പോൾ അതിൻ്റെ അർത്ഥം അറിയാതെ പോകരുത്. It is written that I cannot fathom the love of Lord Jesus. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദൈവമേ, നിൻ മഹാസ്നേഹം അതിൻ വിധം ആർക്ക് ഗ്രഹിച്ചറിയാം, എനിക്ക് ആവതില്ല അതിൻ്റെ ആഴമളക്കാൻ. അതാണ് യോബിനെ വഴി നടത്തിയത്. അതുകൊണ്ടാണ് യോബ് പറഞ്ഞത്, ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും, ഞാൻ ദൈവത്തെ എൻ്റെ കണ്ണുകൊണ്ട് തന്നെ കാണും. ഞാൻ ഈ ലോകപ്രകാരം നശിച്ച് നാശത്തിൻ്റെ വക്കിലാണെങ്കിലും എനിക്ക് ഒരു പ്രത്യാശയുണ്ട്, ഞാൻ ദൈവത്തെ കാണും. എന്തുകൊണ്ട്? ദൈവസ്നേഹം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ദൈവസ്നേഹത്തെ ഓർത്തുകൊണ്ട് സ്തുതിച്ച് പാടി നമുക്ക് ചേർന്ന് 2 ഗാനങ്ങൾ ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കാമല്ലോ. ഹല്ലേലൂയ. അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അത് ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. അത് ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ദൈവമേ, നിൻ മഹാസ്നേഹമതിൻ വിധമാർക്കു തിരിച്ചറിയാം. ദൈവമേ, നിൻ മഹാസ്നേഹമതിൻ വിധമാർക്കു തിരിച്ചറിയാം. എനിക്കാവതില്ലേ അതിനാഴമളന്നിടാൻ എത്ര ബഹുരമത്, എനിക്കാവതില്ലേ അതിനാഴമളന്നിടാൻ എത്ര ബഹുരമത്. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ആയിരം ആയിരം നാവുകളാൽ അത് വർണ്ണിപ്പതിനെഴുതോ, ആയിരം ആയിരം നാവുകളാൽ അത് വർണ്ണിപ്പതിനെഴുതോ. 10,000-ത്തിലൊരംശം ചൊല്ലിടുവാൻ പാരില സാധ്യമാവോ, 10,000-ത്തിലൊരംശം ചൊല്ലിടുവാൻ പാരില സാധ്യമാവോ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ബോധമേഴും തിരുമാർവിലുല്ലാസമായി സന്തതം
ചേർന്നിരുന്ന ഹല്ലേലൂയ മോദമേഴും തിരുവാവിലുല്ലാസമായി സന്തതം ചേർന്നിരുന്ന ഏകജാതനമേശുവേ പാതകർക്കായി തന്ന സ്നേഹമതിശയമേ ഏകജാതനമേശുവേ പാതകർക്കായി തന്ന സ്നേഹമതിശയമേ ഓ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹമേ എത്ര മനോഹരമേ ഹല്ലേലൂയ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ പാപത്താൽ നിന്നെ ഞാൻ കോപിപ്പിച്ചുള്ളൊരു കാലത്തിലും ദയവായി പാപത്താൽ നിന്നെ ഞാൻ കോപിപ്പിച്ചുള്ളൊരു കാലത്തിലും ദയവായി സ്നേഹവാദിയെ നീ എന്നെ സ്നേഹിച്ചതോ എന്നിൽ ആശ്രയമേ സ്നേഹവാദിയെ നീ എന്നെ സ്നേഹിച്ചതോ എന്നിൽ ആശ്രയമേ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹമേ എത്ര മനോഹരമേ ഹല്ലേലൂയ എന്തതിശയമേ ഹല്ലേലൂയ എത്ര മനോഹരമേ ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ഒട്ടും നിഷേധിക്കാതെ ഹല്ലേലൂയ ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ഒട്ടും നിഷേധിക്കാതെ ആമേൻ എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ ഹല്ലേലൂയ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹമേ എത്ര മനോഹരമേ ആമേൻ 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 എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരം കണ്ടിടും ഓ കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും അങ്ങനെയല്ല സ്വന്തം കണ്ണത്തിന്റെ മുഖം കണ്ടിടും 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 പ്രിയനെ ഞാൻ കണ്ടിടും അങ്ങനെയല്ല സ്വന്തം കണ്ണത്തിന്റെ മുഖം കണ്ടിടും യേശുവേ മണവാളനേ പ്രത്യാശയും പ്രതീകമേ എന്റെ യേശുവേ മണവാളനേ പ്രത്യാശയും പ്രതീകമേ കണ്ണുനീർ നിറഞ്ഞ ലോകമേ നിന്നിൽ നേർന്നു ഞാൻ പറയട്ടെ കണ്ണുനീർ നിറഞ്ഞ ലോകമേ നിന്നിൽ നേർന്നു ഞാൻ പറയട്ടെ കണ്ണിവേക്കുന്നോടി നേരത്തിൽ നിന്നും ഞാൻ കരയുന്ന തീരത്തിൽ ഹല്ലേലൂയ കണ്ണിവേക്കുന്നോടി നേരത്തിൽ എന്നും ഞാൻ കരയുന്ന തീരത്തിൽ ഓ ഹല്ലേലൂയ കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും അങ്ങനെയല്ല സ്വന്തം ഹല്ലേലൂയ കണ്ടിടും 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 പ്രിയനെ ഞാൻ കണ്ടിടും അങ്ങനെയല്ല ഹല്ലേലൂയ യേശുവേ ആമേൻ ആമേൻ പ്രത്യാശയും പ്രതീകമേ ആമേൻ യേശുവേ മണവാളനേ പ്രത്യാശയും പ്രതീകമേ വേഗം പൊങ്ങി കാണുന്നേ
ശുദ്ധനും ഹല്ലേലൂയ മറഞ്ഞ സിദ്ധനും ഹല്ലേലൂയ ജീവനോടിരിക്കും ശുദ്ധനും പിന്നിൽ കാഹളം ധ്വനിക്കുമ്പോൾ മണ്ണിൽ നിന്നും മാറിപ്പോകും പിന്നിൽ കാഹളം ധ്വനിക്കുമ്പോൾ മണ്ണിൽ നിന്നും മാറിപ്പോകുമേ ആമേൻ കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും അങ്ങനെയല്ല സ്വന്തം കണ്ട തന്നെ മുഖം കണ്ടിടും 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 പ്രിയനെ ഞാൻ കണ്ടിടും അങ്ങനെയല്ല സ്വന്തം കണ്ട തന്നെ മുഖം കണ്ടിടും യേശുവേ ഹല്ലേലൂയ പ്രത്യാശയിൻ പ്രദീപമേ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ പ്രത്യാശയിൻ പ്രദീപമേ ഹല്ലേലൂയ ഉയർപ്പിൻ സുപ്രഭാതത്തിൽ വേണമേ ദൂതർ വീണ സംഘത്തിൽ ഓ ഉയർപ്പിൻ സുപ്രഭാതത്തിൽ ഹല്ലേലൂയ ദൂതർ വീണ സംഘത്തിൽ ഓ അപ്പോൾ കിരീട കൂട്ടത്തിൽ എന്റെ പേര് വിളിക്കും നേരത്തിൽ ഹല്ലേലൂയ അപ്പോൾ കിരീട കൂട്ടത്തിൽ എന്റെ പേര് വിളിക്കും നേരത്തിൽ ഹല്ലേലൂയ കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും സ്വന്തം കണ്ട തന്നെ മുഖം കണ്ടിടും 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 പ്രിയനെ ഞാൻ കണ്ടിടും സ്വന്തം കണ്ട തന്നെ മുഖം കണ്ടിടും യേശുവേ ഹല്ലേലൂയ പ്രത്യാശയിൻ പ്രദീപമേ യേശുവേ ഹല്ലേലൂയ പ്രത്യാശയിൻ പ്രദീപമേ എന്നോടവും അധ്വാനവും ഞാൻ കാത്തതാം വിശ്വാസം എന്നോടവും അധ്വാനവും ഹല്ലേലൂയ ഞാൻ കാത്തതാം വിശ്വാസം ഓ വ്യർത്ഥമല്ലാതു നിശ്ചയം ഓ വേഗം കാണും എന്മനാണനേ ഹല്ലേലൂയ വ്യർത്ഥമല്ലാതു നിശ്ചയം വേഗം കാണും എന്മനാണനേ കണ്ടിടും കണ്ടിടും പ്രിയനെ കണ്ടിടും അങ്ങനെയല്ല സ്വന്തം കണ്ട തന്റെ മുഖം കണ്ടിടും 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 പ്രിയനെ കണ്ടിടും അങ്ങനെയല്ല സ്വന്തം കണ്ട തന്റെ മുഖം കണ്ടിടും യേശുവേ ഹല്ലേലൂയ പ്രത്യാശയിൻ പ്രദീപമേ ഹല്ലേലൂയ യേശുവേ പ്രത്യാശയിൻ പ്രദീപമേ ഓ കണ്ടിടും കണ്ടിടും പ്രിയനെ കണ്ടിടും അങ്ങനെയല്ല സ്വന്തം കണ്ട ഹല്ലേലൂയ കണ്ടിടും കണ്ടിടും പ്രിയനെ കണ്ടിടും അങ്ങനെയല്ല സ്വന്തം കണ്ട യേശുവേ We worship our Almighty God. We worship the Triune God. We worship the God who has been faithful to us. Amen. Throughout the 4 months, O Lord. Thank you for bringing us to that new month, O Lord. Thank
Thank you for all your faithfulness. അപ്പാ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. നടത്തിയ വിധങ്ങളെ ഓർക്കുന്നു. 4 മാസക്കാലം ജോത്സവമായി നടത്തിയതിനായി ഓ രമനരഗദന രമനരഗന റിവനാരഗ ശൈഡനേ റിവനേ റിവനേ റിഗതുരാദ രാദനാരബോഡ രാജ രാജ റൈഡ രാജ റിവനാരഗൽ ഗടഗതുനാരവ ശൈഡനേ റിഗനേ റിവവാരഗദന രമനരഗലഗ ശതനാരിഗന ആർദ്രം രാജ 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 റൈഡ രാജ റൗഡ റിഗന റിവനാര ധീരബാല റൈഡ രാജ റൗഡ റിഗന ഓ രമനരഗദ രമന രമനരഗ ശൈഡനേ ചില ഭാരങ്ങൾ യേശുവിൻ നാമത്തിൽ ആമേൻ മുറുകെ പറ്റുന്ന ചില ഭാരങ്ങൾ ആമേൻ രോഗമിടുന്ന ചില ഭാരങ്ങൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ അഴിയുവാൻ കൽപ്പിക്കുകയപ്പോ ശക്തിയെ കടത്തുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ ഞങ്ങൾ ശാസിക്കുകയോ. Revive us, O Lord, to bring a revival. Oh, touch us, O Lord. Lord Jesus, touch everyone. ചിലതിറങ്ങി മാറുന്നത് പോലെയുള്ള അനുഭവം, ചിലതിറങ്ങി മാറുന്നത് പോലെ അനുഭവം യേശു ക്രിസ്തുവിൻ നാമത്തിൽ അങ്ങേക്ക് മഹത്വം 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 മഹത്വം. രക്ഷിതാവേ അങ്ങേക്ക് മഹത്വം, ജീവദാതാവേ അങ്ങേക്ക് മഹത്വം. ഞങ്ങളുടെ പ്രാണനെ ഭണ്ഡാരത്തിൽ കെട്ടിയവനെ അങ്ങേക്ക് മഹത്വം. അവിടുന്ന് അനുവദിക്കാതെ ഒരു ശക്തിക്ക് ഞങ്ങൾക്കടുത്ത് വരുവാൻ കഴിയുകയില്ലല്ലോ. ആ മേഖലയിലെ കണ്ണിൻമണി പോലെ സൂക്ഷിക്കുന്നവനെ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പാ പിതാവേ, പുതിയ മാസം തന്നതിനായി സ്തോത്രം, പുതിയ ആരാധന നൽകിയതിനായ സ്തോത്രം, സഭയെ കൂട്ടിവരുത്തിയതിനായ സ്തോത്രം, ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കാൻ കൃപ തരുന്നതിനായ സ്തോത്രം, 4 മാസക്കാലം കണ്ണിൻമണി പോലെ സൂക്ഷിച്ചതിനായ സ്തോത്രം, ചിലത് ആരംഭിപ്പാൻ കൃപ നൽകിയതിനായ സ്തോത്രം, ആരംഭിപ്പാൻ കൃപ ചെയ്തവൻ ആമേ ഹല്ലേലൂയ മാനിക്കുന്ന ദൈവമാകിയ സ്തോത്രം. ആമേ ഞങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ ആമേ തലമുറകളോടുള്ള ബന്ധത്തിൽ ആമേ ചില പ്രവർത്തികൾ നടക്കുവാൻ പോകുന്നതിനായി, ആമേ ചില വാഗ്ദത്ത നിവർത്തി നടക്കുവാൻ പോകുന്നതിനായി ആമേ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അപ്പോൾ ഞങ്ങളുടെ ആരാധനയോടൊന്ന് സ്വീകരിക്കുമ്പോൾ ആമേ പിഞ്ചുപോയത് നടാനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആമേ ടിൻഡുനായി പ്രാർത്ഥിക്കുന്നു. ആമേൻ വചനം അയക്കണമേ, ഇപ്പോൾ പോയത് സൗഖ്യമാകട്ടെ, നിന്റെ ദാസി ബലപ്പെടട്ടെ കർത്താവേ. ആമേ ജോർസൻ ക്ഷേമിക്കും കൊടുത്ത ആമേ സൗഖ്യത്തിനായി സ്തോത്രം, അനുഭവ കൂട്ടുവരുത്തിനായി സ്തോത്രം, ആമേ ജമീൻ കുഞ്ഞുങ്ങൾക്കുമായി സ്തോത്രം, ആമേ കൂട്ടുവരുത്തിനായി സ്തോത്രം, ഉപവാസ പ്രാർത്ഥന അനുഗ്രഹമാക്കിയനായി സ്തോത്രം. ആമേ തിരുമേശയുടെ ശുശ്രൂഷ ഉണ്ടല്ലോ, അപ്പോ നിന്റെ നാമത്തിന്റെ മഹത്വം അടിയങ്ങൾക്ക് സ്വർഗഭാഗ്യം തന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ആമേ കുഞ്ഞുങ്ങളെ അവിടെവിടങ്ങളായി പരിപാലിച്ചതിനായി നന്ദി പറയുന്നപ്പാ. എല്ലാ സ്തുതി ബഹുമാനം ഹല്ലേലൂയ ആരാധന അങ്ങ് മാത്രം യോഗ്യനപ്പാ പിതാവേ. അങ്ങേക്ക് അർപ്പിക്കുന്നു, യേശു മൂലം സ്വീകരിക്കുമാറാകണമേ. വിശുദ്ധ കരങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടെ മഹത്വം കൊടുക്കാം. ആമേൻ ഹല്ലേലൂയ.